ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നല്ലൊരു അടിപൊളി ചിക്കൻ സിസിലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിലേക്ക് കൊണ്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാപ്രിക്ക പൗഡർ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ അതും ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഇതിലേക്ക് സോസൊക്കെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്കിലേക്ക് കൊണ്ടുള്ള റൈസൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്കായിട്ട് ഗാർലിക് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പ്രിംഗ് അണിയനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് അണിയൻ ഇല്ലാത്തവർക്ക് സാധാരണ സവാള ചെറുതായിട്ട് ചെറിയൊരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങനെ സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകുന്ന വിധത്തിൽ വേവിക്കാൻ പാടില്ല. ഒരു 90% കുക്കായാൽ മതി. ബാക്കി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണിത്. ക്യാരറ്റ്, ബീൻസ്, കുറച്ച് കോളിഫ്ലവർ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് കുറച്ച് പെപ്പർ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വെജിറ്റബിൾസും ഇവിടെ സോട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു സൈഡിലോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാത്തവർക്ക് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ തവയിലും ഗ്രിൽ ചെയ്യാവുന്നതാണ്. പാൻ നല്ലപോലെ തന്നെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബട്ടറിലും ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ ഒരുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് കുക്കാവുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പാനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചിക്കന് തിരിച്ചിടുമ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ നല്ലപോലെ തന്നെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗാർലിക് ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഗാർലിക്കും അതുപോലെ ഓണിയനും ഒക്കെ നല്ലപോലെ ഒന്ന് സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനൊരു പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തവർക്ക് സാധാരണ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ സ്റ്റോക്കും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു 1/2 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് അണിയനും കൂടിയും ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ ഇല്ലാത്തവർക്ക് ഇതിന് പകരം മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കാം. അങ്ങനെ നമ്മൾ സോസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാത്തവർക്ക് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്കിതിന് മുകളിൽ ക്യാബേജിൻ്റെ ലീവ്സ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. പിന്നെ അവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗാർലിക് റൈസ് ഇതുപോലെ ഒരു ബൗളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതുപോലെ ഒന്ന് വെക്കാം. അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് വെച്ചുകൊടുക്കാം. പിന്നെ ഞാൻ അവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുകൂടെ ഒരു സൈഡിലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സോസും കൂടി ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ആ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സോസ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിസിലിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാബേജിൻ്റെ അടിയിലായിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബട്ടർ എല്ലായിടത്തും ഓരോ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സിസിലിംഗ് എഫക്റ്റ് കിട്ടല്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ സിസിലിംഗ് ആയി വരുന്നുണ്ട്. നമുക്കിത് ടേബിളിൽ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ വുഡിൻ്റെ ഒരു ബോർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് സെർവ് ചെയ്തിട്ടും നല്ലപോലെ തന്നെ അതിൽ നിന്ന് നല്ലപോലെ ഒന്ന് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു പുകഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഉടൻ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്